അവരെ വീട്ടിൽ എനിക്ക് ഭക്ഷണം അങ്ങനെ അവരെ വീട്ടിൽ കുറച്ച് പണി ഉണ്ടായിരുന്നു, തേങ്ങ പൊളിച്ചു കൊടുക്കാണ്ടായിരുന്നു എനിക്ക്. അത് കഴിഞ്ഞപ്പോൾ കുളി കഴിഞ്ഞപ്പോൾ ഞാൻ ഭക്ഷണം അവരോടുന്നാണ്. അപ്പൊ യാദൃശ്ചികമായി അത് അവിടെ ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ നിങ്ങൾ അവിടെ വന്നപ്പോൾ കണ്ടതാണ്. അവിടുന്ന് എന്തായാലും ഇങ്ങോട്ട് 1.5 കിലോമീറ്റർ ഉണ്ട്. അപ്പോൾ 1.5 കിലോമീറ്റർ നമുക്ക് വേണ്ടി നടന്നല്ലേ? അല്ല, നമ്മളൊരാളിലൊരു സത്യസന്ധമായിട്ടൊരു കാര്യം ഇപ്പൊ നമ്മളും തന്നെ കുറെ അങ്ങനെയൊക്കെ പോയി ഷൂട്ട് എടുക്കണമെന്നും കാര്യങ്ങളൊക്കെ ചെയ്യുന്നതാണ്. നമ്മൾ ഇങ്ങനെ ഇന്റർവ്യൂ അല്ലെങ്കിലും നമ്മളെ ജീവിതത്തിൽ നമ്മൾ ഒരുപാട് ഒരുപാട് പിന്നെന്താ നമ്മളങ്ങനെ ഓരോരുത്തരെ പോയി ഓരോ വലിയ വലിയ വ്യക്തികളെ പോയി കാണുകയും നമ്മൾ അവരെയൊക്കെ പറ്റി സംസാരിക്കും. ഇപ്പൊ ഷൂട്ടില്ലെങ്കിൽ നമുക്ക് അതിന്റെ ഒക്കെ റിസ്ക് അറിയാലോ. നിങ്ങൾക്കത് റീച്ച് ആയിക്കോട്ടെ എന്ന് കരുതിയപ്പോൾ പെട്ടെന്ന് ഓടി വന്നു. വിവേഴ്സ് എന്തായാലും നിങ്ങൾക്ക് കൂടുമല്ലോ, വിവേഴ്സ് എന്തായാലും നിങ്ങൾക്ക് കൂടും. കാരണം ഞാനാ നിന്നിക്കുന്നത്. കാരണം 10K പോയിന്റ് ഉള്ള ആൾക്ക് ഇപ്പോൾ 4 ലക്ഷത്തോളം വിവേഴ്സായി ഞാൻ ഫസ്റ്റ് ഇന്റർവ്യൂ കൊടുത്ത വ്യക്തിക്ക്. അതെന്തായാലും കൂടും. ഞാൻ വെറുതെ നിന്നാ പണിയില്ലേ ഇന്നത്തെ പണി? തൊഴിലുറപ്പിൽ 14 പണിയുണ്ട്. അതിൽ ഞാൻ 10 പണി എടുത്തു. എനിക്ക് 4 പണിക്ക് പോകാൻ പറ്റില്ല. കാരണം എനിക്ക് തൊഴിലുറപ്പിന്റെ പൈസ എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് കിട്ടൂല. അപ്പൊ ഞാൻ അതിന്റെ ഇടയിൽ എനിക്ക് ചെലവിലുള്ള പൈസക്ക് വേണ്ടി ഞാൻ പുറത്ത് പണിക്ക് പോകാറുണ്ട്. ഇങ്ങനെ വളച്ചാക്കറ്റിൽ. ഇപ്പൊ ഇന്ന് തൊഴിലുറപ്പില്ല, അന്ന് തേങ്ങ പൊളിക്കാൻ വേണ്ടി നിങ്ങൾ വരുന്നതിന്റെ മുന്നേ ഒരു 12 രാവിലെ 7 മണിക്ക് പോയി 11:30 കഴിഞ്ഞ് കുളിയൊക്കെ കഴിഞ്ഞ് ഞാൻ ചോറ് വയ്ക്കുന്ന സമയത്താണ് നിങ്ങൾ വന്നത്. ടിക്ടോക്കിന് വരുമാനമൊന്നുമില്ല, അത് ജസ്റ്റ് ഒരു എന്റർടൈൻമെന്റ്. പക്ഷെ ആ ടിക്ടോക്ക് കാരണമാണ് നിങ്ങൾ ഇവിടെ വന്ന് ഇന്റർവ്യൂ ചെയ്യാൻ കാരണം. അല്ല, അങ്ങനെ ടിക്ടോക്കിന് ഒന്നും വരുമാനമില്ല, ഒരു വരുമാനമല്ല. നമുക്ക് വിവേഴ്സിറ്റി ലൈവിൽ ഇരിക്കാം. നമുക്ക് ആർക്കെങ്കിലും ഇപ്പോൾ നിലമ്പൂരിൽ ഒരാൾ വന്നിരുന്നു ലൈവിൽ കിട്ടുന്ന സമയത്ത് ഞാൻ എൻ്റെ 3 ലക്ഷം വിവേഴ്സ് ഉണ്ടായിരുന്നു. 3 ലക്ഷം വിവേഴ്സ് ഒന്നും ലൈവിൽ ഇരിക്കാൻ വേണ്ട, 45 പോയിന്റൊക്കെ മതി തോന്നുന്നുണ്ട്. അപ്പോൾ അവർ വന്ന സമയത്ത് ലൈവിൽ ഇട്ടാൽ അവർ ഇതിനൊരു സ്ഥാപനത്തിനടുത്ത് കിട്ടുമല്ലോ എന്ന് ലൈവായിട്ട് അവർക്ക് പറഞ്ഞു കൊടുത്തു. ലൈവിൽ പറഞ്ഞു. അപ്പോൾ എൻ്റെ ലൈവ് എന്നൊക്കെ പറഞ്ഞ ഒരു 1.5 പോയിന്റ് പിന്നെ 1500-2000 ആൾക്കാരൊക്കെ വരുന്ന ലൈവാണ്. അപ്പോൾ അങ്ങനെ ആർക്കെങ്കിലും ഒരു സഹായം കിട്ടി അങ്ങനെയൊക്കെ ഞാൻ ചെയ്ത് കൊടുക്കാറുണ്ട്. അപ്പൊ നിങ്ങൾക്കും അതേമാതിരി ചെയ്തു തന്നു മാത്രം, അല്ലാതെ പ്രത്യേകിച്ചൊരു ഇതൊന്നും ഉണ്ടായില്ല. എന്തായാലും റീച്ച് ആവും. ടിക്ടോക്കിൽ ആർക്കും വരുമാനമില്ല? അത് എനിക്കറിയില്ല, എനിക്ക് വരുമാനമല്ല. എനിക്ക് പക്ഷെ വരുമാനത്തിലേറെ ഉപരി ഇനി ഒരുപാട് ആൾക്കാർ ഇവിടെ ഒന്ന് കാണാറുണ്ട്. എനിക്ക് ഒരുപാട് പിന്നെ എന്താ പറയാ സമ്മാനങ്ങൾ തരാറുണ്ട്. ഇന്നെ വന്ന് കാണാറുണ്ട്. ഇപ്പൊ നിങ്ങളിവിടെ വന്നു, എൻ്റെ 4ാമത്തെ ഇന്റർവ്യൂ ആണ് ഇപ്പോൾ ഇത്. ഒരുപാട് വരുമാനങ്ങൾ പിന്നെന്താ ഇന്നെ സംബന്ധിച്ച് എനിക്ക് കിട്ടിയില്ല. പക്ഷെ ടിക്ടോക്കൊന്നും ഇല്ലെങ്കിലും ജനങ്ങൾ ഇന്നെ അറിയപ്പെട്ടു. കാരണം എന്താ വെച്ചാൽ ഞാൻ പച്ചയായ ജീവിതം, എൻ്റെ തൊഴിലുറപ്പ്, എൻ്റെ നാട്, എൻ്റെ വീട്, നസീറ മേലാറ്റൂർ എന്ന് പറഞ്ഞ ഈ മേലാറ്റൂർ എന്ന സ്ഥലം തന്നെ ഞാൻ കാരണമാണ് അറിയപ്പെട്ടത്. 5 ലൈക്ക് കിട്ടിയ ആൾക്കാർക്ക് 1K പോയിന്റ് ലൈക്ക് വാങ്ങിക്കൊടുത്ത ആളാണ് ഞാൻ. കാരണം അവരൊക്കെ വിവേഴ്സ് കൂട്ടിയത് ഞാനാണ്. പക്ഷെ നമ്മളത് ചെയ്യുമ്പോൾ ഈ വരുന്നവരിൽ ആരാണ് നല്ലത്, ആരാണ് ആകാത്തത് എന്നുള്ളത്, ഇപ്പൊ ഇങ്ങളിൽ എന്താണ് നിങ്ങളെ സത്യം എന്നുള്ളത് എനിക്കറിയില്ല. ഇയാളെ ബുക്ക് കാണിച്ചപ്പോൾ ഓക്കെ എഴുത്തുകാരാന്ന് മനസ്സിലായി, ഇയാളെ കൂടെ വന്നതാന്ന് മനസ്സിലായി. പക്ഷെ ഇവിടെ എന്ത് തന്നെ നടന്നാലും ആ ക്യാമറ ഞങ്ങൾക്ക് വേണ്ടി വെച്ചതല്ല, ആ ക്യാമറ റെയിൽവേന് വേണ്ടി വെച്ചതാ. അവിടെ പോയി ഇവിടെ കല്ലൊരു കുട്ടി ഇട്ട് കഴിഞ്ഞിട്ട് 1500 റുപ്യ കെട്ടേണ്ടി വന്നു ഫൈന്. അതിൻ്റെ അടുക്ക് വന്നിട്ടല്ല അങ്ങനെ ഇടപെട്ട്, അത് ആർക്കും അറിയില്ല അതിൻ്റെ എന്താന്നുള്ളത്. അവിടെ പോയി കഴിഞ്ഞാൽ ഇത്ര ആള് വന്നു ഇന്നതിന് വന്നു എന്നുള്ളത്. പിന്നെ ഞങ്ങൾ അയൽവാസികൾ ഇപ്പൊ ഇങ്ങനെ പുറത്തേക്ക് കാണാത്ത മല്ല, അവരെല്ലാവരും നല്ലോണം ശ്രദ്ധിക്കുന്നുണ്ട് എല്ലാ കാര്യങ്ങളും. എന്തെങ്കിലും ഒരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ നമ്മളൊന്ന് കൈയൊട്ടിയാൽ അവരിപ്പോ അവൻ തന്നെ നോക്കി നേരത്തെ ഞാനിവിടെ നിന്നതായപ്പോ. അപ്പൊ ഇന്ന പോലെ തന്നെ നമ്മൾ ആര് വന്ന് കണ്ടു എന്നുള്ളത് ഞാൻ കാരണം ഇപ്പൊ ഞാൻ അങ്ങനെ ആർക്കും അങ്ങനെ ഫോട്ടോ എടുക്കാൻ ഞാൻ പറഞ്ഞിട്ടുണ്ട് ടിക്ടോക്കിൽ. ഇനി ആരും എന്നെ കാണാൻ വരുത് സമാധാന പൊതുവെ പറ്റി. കാരണം എന്താ വെച്ചാല് അത് നമുക്ക് ഒരു പക്ഷേ നെഗറ്റീവും ഉണ്ടാക്കും പോസിറ്റീവും ഉണ്ടാക്കും. ഇങ്ങൾക്കിപ്പോൾ ഞാൻ നിന്ന് തരാൻ കാരണം ഇയാൾ ഇന്റർവ്യൂ എന്ന് പറഞ്ഞോളാം. നേരെ മറിച്ച് നിങ്ങൾ കാണാനാണ് വന്നിട്ടുള്ളത് വെച്ചാൽ ആ സമയം കഴിഞ്ഞിരിക്കുന്നു, ഇനി നിങ്ങൾക്ക് പോകാന്ന് പറഞ്ഞു. ഇന്റർവ്യൂ ആകുമ്പോൾ പിന്നെ അതിലിപ്പൊന്നും ഇല്ലല്ലോ. പിന്നെ നിങ്ങൾ 2 ആണുങ്ങളാണ് കാണാൻ വന്നിട്ടുള്ളത്. ഞാൻ അങ്ങോട്ട് എന്തെങ്കിലും പറയാനല്ലാതെ നിങ്ങൾ ഇങ്ങോട്ട് പറഞ്ഞാൽ അതിലൊരു ഇതുണ്ടാവില്ല. അടുത്ത കാര്യങ്ങൾ നിങ്ങൾ കാണിച്ചു തരണം കേട്ടോ. നിങ്ങൾ കാണിച്ചു തന്നിട്ടേ പോകാൻ പറ്റുള്ളൂ. കാരണം അതിൽ ആരൊക്കെ കുടുങ്ങിയിട്ടുണ്ട് എന്താ എനിക്കതിൽ പിന്നാലെ നടക്കാനൊന്നും ആവില്ല. കാരണം ഞാൻ പറഞ്ഞ ഫെമിലിയർ ആയ ഒരു ടിക്ടോക്കറാണ്. നിങ്ങൾ ഇവിടെ വന്നു, ഞാൻ എടുത്ത് പറയേണ്ട കാര്യം തന്നെ ഉണ്ട്. കാരണം എന്താ വെച്ചാൽ പിന്നെ ഒരിക്കൽ പോലും ഒരു ഫോട്ടോ പോലും നിൽക്കാൻ പറ്റാത്തൊരു നാട്ടുമ്പുറത്തേക്കാണ് നിങ്ങൾ വന്നിട്ടുള്ളത്. ഇന്നും തന്നെ പുരോഗമനം ഉണ്ടെങ്കിലും അതൊന്നും ഇഷ്ടപ്പെടാത്ത ആൾക്കാരാണ്. ഇന്നെ സപ്പോർട്ട് ചെയ്യുന്ന ഇന്നെ എൻ്റെ നാട്ടുകാർക്കും വീട്ടുകാർക്കും ശരിക്കും അറിയാവുന്നത് കൊണ്ട് മാത്രമാണ്. പിന്നെ കാച്ചളത്ത് ചാടിയ പൂച്ചക്ക് പച്ചളം കാണുമ്പോൾ പേടിയെന്നില്ല, പേടിയൊന്നും എനിക്കില്ല. പക്ഷേ എങ്കിൽ എന്തിനാ ഞാൻ അങ്ങനെ എൻ്റെ വീട്ടിലേക്ക് ഒരാള് പിന്നെ വന്നതിന്റെ പേരിൽ ഞാൻ ആക്ഷേപം ആ ഒരു വിമർശനം കേൾക്കേണ്ടി വരുന്നു അല്ലേ? അതിന്റെ ആവശ്യമല്ല. ഇവിടെ എൻ്റെ നാട്ടിലേക്ക് ഒന്ന് വന്നിരുന്നാൽ അതിനെപ്പറ്റി ശരിക്കും അറിയാം. നമ്മളെ ഒന്ന് താഴ്ത്തി കെട്ടാൻ നോക്കി നമ്മൾ അതിനൊന്ന് പിടിച്ച് കര കയറി, അത്ര തന്നെ ഉള്ളൂ. ഈ കുറെ ആൾക്കാർ ഇന്റർവ്യൂ ചെയ്യാൻ വന്നില്ലേ, അപ്പോൾ സംതിങ് നമ്മൾ എന്തെങ്കിലും തരാറുണ്ടോ? അവര് എന്തെങ്കിലും തരാറുണ്ടോ എന്ന് ചോദിച്ചാൽ അത് ചിലവര് ഫ്രൂട്ട്സ് കൊടുന്ന് തന്നവരുണ്ട്, ചിലവര് പിന്നെ ഗിഫ്റ്റ് ആയിട്ട് താത്തായങ്ങൾ എന്തെങ്കിലും വാങ്ങിച്ചോ എന്ന് പറഞ്ഞെങ്ങാണ്ട് ക്യാഷ് ആയിട്ട് തന്നവരുണ്ട്. അങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ട്. അത് നമ്മൾ സന്തോഷപൂർവ്വം സ്വീകരിക്കും. ഇപ്പൊ ഒന്നും തരാതെ ആരും പോയിട്ടില്ല. ബാബു സാറാണെങ്കിലും ഫോണിൽ കൂടെ ആണെങ്കിലും ബാബു സാർ പിന്നീട് നമ്മളെ അയൽവാസിന്റെ അടുത്ത് കൊടുത്തയച്ചിരുന്ന ഒരു ഗിഫ്റ്റ് കുറെ മുന്നേ ഫസ്റ്റ് ഇത് തന്നെ. കാരണം നമ്മളൊരു ഇന്റർവ്യൂ എന്ന് പറയുന്നത് നമ്മളൊരു സമ്മാന പൊതികൾ കിട്ടാനൊന്നുമല്ല.
കാരണം നമ്മൾ ഒരുപാട് വ്യക്തികളെ പോയി കണ്ട് ഓരോക്കെ ഇഷ്ടപ്പെടാം. അപ്പൊ അതേപോലെ നിങ്ങൾക്ക് പിന്നെ ടിക്ടോക്കിലൂടെ ഇഷ്ടപ്പെട്ടപ്പോൾ നിങ്ങൾ വന്നു. അപ്പൊ സന്തോഷപൂർവ്വം നമ്മൾ സ്വീകരിക്കും. അല്ല നമുക്ക് ഇപ്പൊ എന്താ പറയാ നമ്മൾ പറയാൻ പറ്റുമോ ഇങ്ങനെ വേണം എന്ത് നേരെ മറിച്ച് നമ്മൾ ഷോർട്ട് ഫിലിമിൽ അഭിനയിക്കുമ്പോൾ അതിന് മേക്കപ്പും കാര്യമൊക്കെ ഇട്ട് ഇറങ്ങി നമുക്ക് പൈസ വേണം. കാരണം നമ്മൾ ഇത്രയും സമയം ചെലവഴിച്ചു തന്നെ ഇപ്പൊ ഒരുപാട് സമയം ചെലവഴിക്കുന്നുണ്ട്. അങ്ങനെയൊക്കെ ഇതാക്കുന്നല്ലാതെ പിന്നെ നമ്മൾ അങ്ങനെ സമ്മാനങ്ങൾ പൊതുവെ ഞാൻ സ്വീകരിക്കാറില്ല. പക്ഷെ നിർബന്ധിച്ച് തരുമ്പോൾ നമ്മൾ അങ്ങോട്ട് മേടിക്കുക എന്ന് മാത്രം. ഇപ്പൊ കഴിഞ്ഞ ഫുഡ് ടാലന്റിന്റെ ആൾക്കാർ വന്നപ്പോ അവര് മുന്തിരി, ആപ്പിൾ, ഓറഞ്ച്, മറ്റേ വേറെ 1-2 ഇന്റർവ്യൂ കഴിഞ്ഞപ്പോൾ അവര് പറഞ്ഞു ഞങ്ങൾ കരുതി ഓറഞ്ച് മുന്തിരി ഒന്നും വേണ്ട, കാരണം താത്താക്ക് എന്തെങ്കിലും ആയിക്കോട്ടെ എന്ന് എഴുതിയിട്ട് പൈസയാണ് അവര് തന്നത്. ആ സംഖ്യ ഒന്നും ഇപ്പൊ എനിക്കിതിൽ പറയാൻ പറ്റില്ല. കാരണം അത് അവര് പറയരുതെന്ന് പറഞ്ഞ കാര്യമാണ്. നിങ്ങൾ അത് എടുത്ത് ചോദിച്ചുകൊണ്ട് മാത്രം പറഞ്ഞതാണ്. എനിക്ക് അങ്ങനെ അവർ പറയരുതെന്ന് പറഞ്ഞ കാര്യം പറയാൻ തന്നെ പറഞ്ഞ ശരിക്കും. കാരണം അവരാ ഒരു സഹായമായിട്ട്. കാരണം താത്ത ഇത്രയും നേരം ഞങ്ങൾ പണിക്ക് പോലും പോകാതെ രാവിലെ വന്ന് ഉച്ചരിപ്പോ ഞാൻ ഇന്ന് തന്നെ നിങ്ങൾക്ക് സമയം കിട്ടിയത് എനിക്ക് പണി ഉച്ച കഴിഞ്ഞത് കൊണ്ടാണ്.